കേരള രാഷ്ട്രീയം വീണ്ടും ചൂടുപിടിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് എക്സലോജിക് CMRL കേസ് വീണ്ടും കുത്തിപ്പൊങ്ങിയിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ED അന്വേഷണവും പിന്നെ മാധ്യമങ്ങളുടെ കൊട്ടി ആഘോഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ട്രോളുകളും ഉണ്ട്. പക്ഷെ എന്താണ് ഈ ED കേസ് എന്ന് പറയുന്നത്? വീണ വിജയനെ ശരിക്കും എന്താണ് ഇവിടെ കുറ്റം ചെയ്തിരിക്കുന്നത്? എക്സലോജിക് എന്ന കമ്പനിയുടെ സർവീസ് എന്തൊക്കെയാണ്? എന്താണ് ആ കമ്പനീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ പിണറായി വിജയന് നേരിട്ട് ഈ ഒരു കേസുമായിട്ട് എന്താണ് ബന്ധം? വരൂ, നമുക്ക് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഞാനൊരു LDF അനുഭാവിയാണെങ്കിൽ പോലും ഈ ഒരു വീഡിയോ ബ്ലൈൻഡ് പാർട്ടി സപ്പോർട്ട് അല്ലാതെ പ്യുവർ ഫാക്ച്വൽ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേര് നീതു ആൻഡ് വെൽക്കം ടു റോമാൻ റിയാക്ട് വിത്ത് എൻടെക്സ് വിജയ്. എന്താണ് എക്സലോജിക് കമ്പനി? എക്സലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ കൺസൾട്ടൻസി കമ്പനിയാണ്. ഇവരുടെ സേവനങ്ങൾ എന്ന് പറയുന്നത് ബേസിക്കലി പറയുകയാണെങ്കിൽ IT സൊല്യൂഷൻസ് ഉണ്ട്, ഡിജിറ്റൽ സർവീസസ് ഉണ്ട്, ഇതൊക്കെയാണ്. സോ എവിടെയാണ് അതായത് ഈ ഒരു കമ്പനീനെ കുറിച്ചിട്ട് ഒരു കോൺട്രവേഴ്ഷ്യൽ പാർട്ട് വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എക്സലോജിക്കും അതുപോലെ തന്നെ കൊച്ചിൻ മിനറൽസ് റൂട്ടൈൽ ലിമിറ്റഡ് കമ്പനി, അതായത് നമ്മുടെ CMRL, ഈ CMRLും എക്സലോജിക്കും തമ്മിൽ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ ഒരു ED അന്വേഷണം എന്ന് പറയുന്നത്. ഇനി എന്താണ് CMRL എന്ന് ചോദിച്ചാൽ, CMRL എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഒരു മൈനിങ് കമ്പനിയാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ CMRLനെതിരെ ഇതിനു മുമ്പും ഒരുപാട് എലിഗേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ഫേക്ക് എക്സ്പെൻസസ് എൻട്രീസിനെ കുറിച്ചിട്ട്, സസ്പീഷ്യസ് പേയ്മെന്റ്സിനെ കുറിച്ചിട്ട് തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് ഇതിനു മുമ്പ് CMRLനെ കുറിച്ചിട്ട് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, SFIO തുടങ്ങിയ ഏജൻസീസ് ഒക്കെ ഇതിനെ കുറിച്ചിട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ശരിക്കും മനസ്സിലായത് എക്സലോജിക് എന്ന കമ്പനിയിലേക്ക് ഇത്രയും പേയ്മെന്റ് പോയിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് ഈ എക്സലോജിക്കും CMRLും തമ്മിലുള്ള ഒരു ബന്ധം തന്നെ പുറത്തേക്ക് വരുന്നത്. പ്രധാന ആരോപണം എന്താണെന്ന് ചോദിച്ചാൽ, അന്വേഷണ ഏജൻസികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2017 മുതൽ 2020 വരെ എക്സലോജിക്കിന് ഏകദേശം 1.7 crores മുതൽ 2.7 crores വരെ CMRL നൽകി എന്നുള്ളതാണ്. അതാണ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഒക്കെ കാണിക്കുന്നത്. പക്ഷേ ആ ഒരു പേയ്മെന്റിന് തക്കതായിട്ടുള്ള സർവീസ് ഒന്നും നമ്മുടെ ഈ എക്സലോജിക് കമ്പനിയൊന്നും കൊടുത്തിട്ടുമില്ല. എന്തിന്റെ ബേസിലാണ് ഇത്രയും എമൗണ്ടിന്റെ ഒരു ട്രാൻസാക്ഷൻ CMRL നിന്ന് എക്സലോജിക്കിലേക്ക് പോയത്? ഇവിടെയാണ് നമ്മൾ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളത്, അല്ലേ? അതായത് ഒരു സർവീസും കൊടുക്കാതെ നമ്മൾ ഇത്രയും എമൗണ്ട് ഒരു കമ്പനിയിലേക്ക് കൊടുക്കുമോ? അപ്പൊ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, വളരെ എയറിൽ നിൽക്കുന്ന ഒരു കാര്യം. സോ ഈ അന്വേഷണ ഏജൻസികളുടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടായതിന്റെ പ്രൂഫ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻവോയ്സസ് ഉണ്ടായിരുന്നു, പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ബാങ്ക് വഴിയാണ് നടന്നിരിക്കുന്നത്. അപ്പം എല്ലാ വിധത്തിലുള്ള പ്രൂഫ് ഉണ്ട്. പക്ഷെ അതിന് തക്കതായിട്ടുള്ള സർവീസ് എന്താണ് കൊടുത്തത് എന്നതിലാണ് ചോദ്യം. സോ ഇതൊക്കെയാണ് ഈ ഒരു കേസിന്റെ കോർ അലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സലോജിക് എന്താണെന്ന് അറിഞ്ഞു, CMRL എന്താണെന്ന് അറിഞ്ഞു, അവർ തമ്മിലുള്ള എന്ത് ഇടപാടുകളായിരുന്നു എന്നുള്ളതും നമ്മൾ അറിഞ്ഞു. എന്തിനാണ് ED വന്നത് നോക്കാം. ഇവിടെയാണ് ആക്ച്വലി ഈ ജനങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നത്. ബേസിക്കലി SFIO എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് ആംഗിളിലാണ് അന്വേഷിക്കുന്നത്. എന്നാൽ ED എന്ന് പറയുന്നത് മണി ലോണ്ടറിങ് ആംഗിളിലാണ് അന്വേഷിക്കുന്നത്. സോ അവരുടെ സംശയം എന്താന്ന് വെച്ചാൽ CMRL നടന്നതായി പറയുന്ന ഇറഗുലർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, അതിൽ വന്ന പണം എക്സലോജിക്കിലേക്ക് എത്തിയോ? ഇതാണ് ED പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് സെർച്ചസും ക്വസ്റ്റനിങ്ങും തുടങ്ങിയ നടപടികളൊക്കെ. ഇനി എന്താണ് പിണറായി വിജയന് ഇതിൽ ബന്ധം? ആക്ച്വലി ഈ എക്സലോജിക് എന്ന് പറഞ്ഞ കമ്പനി വീണ വിജയന്റെ അല്ലേ? വീണ വിജയൻ ആരംഭിച്ചൊരു IT സൊല്യൂഷനാണ്. അപ്പൊ എന്താണ് പിണറായി വിജയന് ഇവിടെ ബന്ധം എന്ന് പറയുമ്പോഴാണ് ഇവിടെ രാഷ്ട്രീയം വരുന്നത്. എനിക്ക് മനസ്സിലായ കാര്യമാണ് കേട്ടോ. അതായത് വളരെ ഫാക്ച്വൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ കേസിൽ വളരെ നേരിട്ട് ഫോക്കസ് ആവുന്നത് വീണ വിജയൻ, CMRL, എക്സലോജിക്, ഈ 3 ഫാക്ടേഴ്സ് ആണ് ഇവിടെ ശരിക്കും മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോഴും ഇവിടെ രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ ഈ വീണ വിജയൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു സാധാരണ ഒരു വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ സാധാരണ ഒരു ലേഡി അല്ല. ഇവരെന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയന്റെ മകളാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസി ഇതുപോലെ അന്വേഷണത്തിന് വരുന്ന സമയത്ത് അവർ ആദ്യം നോക്കുക ഇതിന് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഒരു കറപ്ഷൻസ് അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു ഏജൻസിയും ഏത് രീതിയിലെങ്കിലും ഈ ഒരു കേസ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കും.
അപ്പോൾ അവിടെയാണ് പിണറായി വിജയൻ എന്ന വ്യക്തിയെ ഇവരെല്ലാവരും ചോദ്യം ചെയ്യാനും ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി അവർക്ക് അങ്ങനെ ചോദ്യം ചെയ്യാം കേട്ടോ. അതായത് ഒരു മണി ലോണ്ടറിങ് കേസ് അന്വേഷിക്കുന്ന സമയത്ത് അതിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടോയെന്നും കൂടി നമ്മുടെ ED ചെക്ക് ചെയ്യണതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ ചോദ്യം ചെയ്തതിൽ നമുക്ക് അത്ര വലിയ ഒരു അത്ഭുതമൊന്നും വിടാൻ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇവിടെ രാഷ്ട്രീയം ഉണ്ടോ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇവിടെ രാഷ്ട്രീയം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അതായത് പിണറായി വിജയനെതിരെ EDക്ക് ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതായത് ഒരു ഡെഫിനറ്റീവ് പബ്ലിക് പ്രൂഫ് പോലും നമുക്ക് പിണറായി വിജയനെതിരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് നമ്മുടെ CPM ആൾക്കാർ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ വീണ വിജയൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് വിമൺ ആണ്. അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ടാക്സ് പേയർ ആണ്, സ്വന്തം കമ്പനിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഫാദർ, അതായത് അച്ഛനായിട്ടുള്ള പിണറായി വിജയൻ ഇതിൽ അക്യൂസ്ഡ് ആകുക എന്നുള്ളത്? അപ്പോൾ അവർ പറയുന്നതിലും കാര്യങ്ങളുണ്ട്, പക്ഷേ ഇതിനകത്ത് മീഡിയ ഒരുപാട് കളി കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജനങ്ങളിലേക്ക് തെറ്റിദ്ധാരണ കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഏഷ്യാനെറ്റ് ന്യൂസൊക്കെ ഭയങ്കരമായിട്ട് ഇത് ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുറച്ച് ഫാക്ട്സും കൂടി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് കുറച്ച് അധികമാണ് എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഇതിനകത്ത് റൂളിംഗ് പാർട്ടി ആയിട്ടുള്ള നമ്മുടെ UDFിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് തക്കതായിട്ടുള്ള തെളിവോ അല്ലെങ്കിൽ മടിയിൽ കനമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് എന്നാണ്. നമ്മുടെ നിയമസഭയിൽ ഒരു തവണ മുഖ്യമന്ത്രി പറഞ്ഞൊരു സാധനമുണ്ട്, മടിയിൽ കനമില്ല എന്നുള്ളൊരു സംഭവം അല്ലെ. അത് ഭയങ്കര നമുക്കൊക്കെ ഒരു ഗൂസ് ബംസ് തരുന്ന ഒരു സംഭവമായിരുന്നു. അത് ഞാനൊന്ന് ഇവിടെ വെക്കാം, ഈ ഒരു വീഡിയോയിൽ വെക്കാം. ഈ കൈകൾ ശുദ്ധമാണ് പറയുന്നത് ശുദ്ധമായതുകൊണ്ടാണ്, വെറുതെ പറയുന്നല്ല. ആരുടെയും മുന്നിൽ തലയുയർത്തി പിടിച്ച് പറയാൻ പറ്റും. അത് പറയാനുള്ള കരുത്ത് ഈ നെഞ്ചിനുണ്ട്. അത് മനസ്സിലാക്കണം. കണ്ടില്ലേ? നമ്മൾ ആ ഒരു കോൺഫിഡൻസ്, അതായത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള 100% കോൺഫിഡൻസ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആക്ച്വലി ആ ED അന്വേഷണം, അതായത് ED ക്വസ്റ്റ്യനിങ് കഴിഞ്ഞിട്ട് പുള്ളി പുറത്തേക്ക് വന്നപ്പോഴും ആ ഒരു കോൺഫിഡൻസ് കാണാനുണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് കോടതി പറഞ്ഞിട്ടുള്ളതെന്ന്. അതായത് ഇപ്പം നമ്മുടെ പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും പറയുന്ന പല കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ മീഡിയ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് കോടതി എന്താണ് പറയണത് നമുക്ക് നോക്കാം. അതായത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതുവരെ ഒരു കോടതിയും വീണ വിജയനും പിണറായി വിജയനും അക്യൂസ്ഡ് ആണ് അല്ലെങ്കിൽ അവർ ഗിൽറ്റിയാണ്, അതായത് അവർ തെറ്റ് ചെയ്ത് എന്നുള്ളത് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അല്ലെങ്കിൽ തെളിഞ്ഞിട്ടില്ല, കോടതിക്ക് മുമ്പായിട്ട് തെളിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ SFIയുടെ കേസ് കോടതി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രൈമ ഫെസി ഇൻവെസ്റ്റിഗേഷൻ മെറ്റീരിയൽസ് ഉണ്ട് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അന്വേഷണം തുടരാനും കൂടി അനുവദിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്തോ ഒരു കാര്യം ഈ ഒരു കേസിലുണ്ട്, അതിൽ സംതിങ് ഈസ് ദെയർ. ആ ഒരു എലിഗേഷൻ എന്ന് പറയുന്നത് വെറും ഒരു എലിഗേഷൻ അല്ല, എന്തോ ഒരു കാര്യം ആ ഒരു ട്രാൻസാക്ഷനിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ കോടതിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് SFIൻ്റെ കേസ് സ്വീകരിച്ചതും ഈ ഒരു അന്വേഷണത്തിന് എന്താ പറയുക സ്റ്റേ കൊടുക്കാതെ തുടർന്നോളൂ എന്ന് പറയാനുള്ള കാരണവും. സത്യം പറയുകയാണെങ്കിൽ അന്വേഷണത്തിന് മതിയായ മെറ്റീരിയൽസ് ഉണ്ട് എന്നാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ഇതുപോലെ ED അന്വേഷണങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, അത് ഞാൻ ഈ അടുത്ത് വന്നതുകൊണ്ട് പറയാണ് കേട്ടോ. നാഷണൽ ഹെറാൾഡ് പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ റിസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് എന്നാണ് ED പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് പറയണത് ഇത് വെറും ഒരു പൊളിറ്റിക്കൽ, അതായത് BJPയുടെ പൊളിറ്റിക്കൽ അജണ്ടയാണ് എന്നുള്ളതാണ്. അപ്പം കോൺഗ്രസ്സുകാർക്ക് അവിടെ പൊളിറ്റിക്കൽ അജണ്ടയാണ്. ഇപ്പം പിണറായി വിജയന് എതിരെ കേസ് വന്നപ്പം അത് പൊളിറ്റിക്കൽ അജണ്ടയല്ല, ഇതിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാർ അന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ ED വന്ന സമയത്ത് അത് പൊളിറ്റിക്കൽ അജണ്ടയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിലെല്ലാവരും രാഷ്ട്രീയം കളിക്കുകയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പോൾ കോൺഗ്രസ് ആയാലും BJP ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഏത് പാർട്ടിയാണോ അധികാരത്തിലുള്ളത്
ഓപ്പോസിറ്റ് പാർട്ടിക്കെതിരെ ഇവരെന്തായാലും ഇതുപോലത്തെ ഒരു അന്വേഷണം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് വെക്കും. ഇതൊക്കെ കണ്ട് ജനങ്ങളാണ് ഇവിടെ കൺഫ്യൂസ്ഡ് ആവുന്നത്, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. സത്യം പറയാലോ, ഇപ്പൊ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ ED വന്ന സമയത്ത് അന്ന് കോൺഗ്രസ്സുകാർ എന്താണോ പറഞ്ഞത് ഏകദേശം അതുപോലെ തന്നെയാണ് ഇപ്പൊ CPM-കാരും ഈ പിണറായി വിജയനും വീണ വിജയനും എതിരെ ഈ ED കേസ് വന്നപ്പോഴും പറയുന്നത്. സോ ആർക്കെതിരെയാണോ അക്യൂസ്ഡ് എന്നുള്ള രീതിയിൽ വരുന്നത്, അവര് പറയുന്ന കാര്യങ്ങൾ ഏകദേശം അത് ഏത് പാർട്ടിയാണെങ്കിലും എല്ലാം ഒരേപോലെ തന്നെയുള്ള ഒരു ന്യായീകരണമായിരിക്കും. ഇതില് മീഡിയയുടെ ഒരു വലിയ റോളുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ പിണറായി വിജയൻ കുടുങ്ങി, CPM അവസാനിച്ചു, പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് തീർന്നു എന്ന് പറയുന്ന ഒരുപാട് സെൻസേഷണൽ ഹെഡ്ലൈൻസ് ഒക്കെയാണ് ഇപ്പൊ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്നത്. പക്ഷെ ഫാക്ച്വലായി നോക്കിയാൽ കേസ് എപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലാണുള്ളത്. കോർട്ട് വേർഡിക്റ്റ് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതിനൊരു കറക്റ്റായിട്ടുള്ളൊരു ക്ലോഷർ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇതുപോലത്തെ സെൻസേഷണൽ ടൈറ്റിൽസ് ഒക്കെ കൊടുത്തിട്ട് ജനങ്ങളിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് വാർത്ത കൊടുക്കുന്നത്. ഇനി എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ED അന്വേഷണം വന്ന സമയത്ത് യെസ്, ED അന്വേഷണം വരട്ടെ. ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. ഈ പിണറായി വിജയനും കുടുംബമൊക്കെ ഇതിനു മുമ്പും ED-നെയൊക്കെ നേരിട്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല ഈ ED-നൊക്കെ നേരിടുക എന്ന് പറയുന്നത്. സോ മടിയിൽ കനമില്ലെങ്കിൽ അദ്ദേഹത്തിന് പേടിക്കാനില്ല എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. അദ്ദേഹം ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അതായത് അയാൾ തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അയാൾ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ED അന്വേഷണം വരുന്നു, വീണ വിജയനെ ചോദ്യം ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മളുടെ പിണറായി വിജയനെയും ചോദ്യം ചെയ്യുന്നു. കൂട്ടത്തിൽ തന്നെ നമ്മുടെ മുഹമ്മദ് റിയാസിനെയും ചോദ്യം ചെയ്യുന്നു. 7 മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷം പിണറായി വിജയൻ പുറത്തു വരുന്നു, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. ആ ഒരു സീനൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ? അതുവരെ ഓക്കെ. പക്ഷെ അതിനുശേഷം ED സഞ്ചരിച്ച വാഹനം എന്തിനാണ് നമ്മുടെ പ്രവർത്തകര് ഇതുപോലെ കയ്യാങ്കളി ചെയ്തത്? എന്ത് കാര്യത്തിനായിരുന്നു? ഈ പറയണ പിണറായി വിജയനായാലും വീണ വിജയനായാലും ഇൻ സപ്പോസ് അക്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ, അതായത് എലിഗേഷൻ എല്ലാം ശരിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം ജയിലിൽ കിടക്കും. അത് കഴിഞ്ഞാൽ അവരങ്ങ് പുറത്തേക്ക് വരും. പക്ഷേ നിങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെ വധശ്രമത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കളഞ്ഞിട്ട് എന്തിനാണ് ഇതുപോലെ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന്, അതുപോലെ എന്ത് ആവശ്യത്തിനായിരുന്നു ഇതുപോലെ ഈ ED-യുടെ വാഹനമൊക്കെ കയ്യാങ്കളി ചെയ്യുന്നത്? അത് ഓടിച്ച പാവപ്പെട്ട ഈ ഡ്രൈവറൊക്കെ എന്ത് ചെയ്തു? സോ അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. നിങ്ങൾക്ക് സമരം ചെയ്യാം, പ്രൊട്ടസ്റ്റ് ചെയ്യാം, അത് ഏത് പാർട്ടിക്കാരായാലും പ്രൊട്ടസ്റ്റ് ചെയ്യണം, ക്വസ്റ്റ്യൻ ചെയ്യണം. പക്ഷേ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇതുപോലെ ഈ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പ്രൊട്ടസ്റ്റും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പണ്ടത്തെ പോലെയല്ല, ഒരിക്കലും പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ആക്റ്റീവാണ്. നിങ്ങൾ എന്ത് ചെയ്താലും അത് ഓഡിറ്റ് ചെയ്യാൻ ഇവിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ നമ്മൾ മസിൽ പിടിച്ച് എന്താ പറയുക മുഷ്ടി ചുരുക്കി അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങും, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാകുമോ? ഇതുപോലെ ഈ വാഹനം തല്ലി പൊളിക്കുക, ജനങ്ങൾ എന്താ പറയുക ED ഓഫീസേഴ്സിനെ കയ്യാങ്കളി ചെയ്യാനൊക്കെ നോക്കുക, അതൊക്കെ ഇറ്റ്സ് നോട്ട് ഗുഡ്. അതൊന്നും വളരെ ഇപ്പോഴത്തെ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ അതൊന്നും ഫെയർ അല്ല. ഇവിടെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയണം തോന്നി. അതായത് ഈ കോൺഗ്രസ് ചായവുള്ള ഹാൻഡിൽസ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വിടുന്ന വേറൊരു വീഡിയോ ഉണ്ട്. അതായത് ബിനീഷ് കോടിയേരിക്കെതിരെ ഈ ED അന്വേഷണം വന്ന സമയത്ത് നമ്മുടെ പിണറായി വിജയന്റെ ഒരു നിലപാടുണ്ട് എന്നുള്ളത്. അതായത് ഈ ബിനീഷ് കോടിയേരിക്കെതിരെ കേസ് വന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരെ അല്ലായിരുന്നു ആ ഒരു ED അന്വേഷണം എന്ന് പറയുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പാർട്ടി എന്ത് നിലപാടാണ് പറയേണ്ടത്? അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ എന്തായിരുന്നു പറയേണ്ടത്? ED അന്വേഷണം വന്നു, ഒരു ഏജൻസി അന്വേഷിക്കാൻ വേണ്ടി വന്നു. അപ്പം ആ അന്വേഷണത്തിന് നമ്മൾ കോപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക, ഇതേ നമ്മുടെ പിണറായി വിജയന് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യം മീഡിയാസും നല്ല രീതിയിൽ പുറത്തേക്ക് വിടുന്നുണ്ട്. അതായത് ബിനീഷ് കോടിയേരിക്കെതിരെ കേസ് വന്ന സമയത്ത് പിണറായി വിജയൻ ഒരു നിലപാടും, പിണറായി വിജയനെതിരെ കേസ് വന്നപ്പോൾ പിണറായി വിജയൻ വേറൊരു നിലപാടും. അതല്ല അതിന്റെ ഫാക്ട് എന്ന് പറയുന്നത്. ഫാക്ട് എന്ന് പറയുന്നത് ബിനീഷ് കോടിയേരിക്കെതിരെയായിരുന്നു കേസ്, കോടിയേരി ബാലകൃഷ്ണനെതിരല്ലായിരുന്നു. ഇവിടെ വീണ വിജയനും പിണറായി വിജയനുമായിരുന്നു ക്വസ്റ്റ്യനിങ് ഉണ്ടായിരുന്നത്.
അപ്പം അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ വന്നതും അതുപോലെ തന്നെ ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ് എന്നും നമ്മുടെ രാഷ്ട്രീയക്കാർ പറഞ്ഞത്. ഇനി നമ്മുടെ CPM-കാർ പറയുന്നുണ്ടല്ലേ, അതായത് VD സതീശൻ പ്രധാനമന്ത്രി മോദിനെ കണ്ടതിന് ശേഷമാണ് ഈ ഒരു ED വരുന്നതും ഈ ഒരു സെർച്ചും കാര്യങ്ങളെല്ലാം നടക്കുന്നതും എന്നുള്ളത്. അതിൽ കഴമ്പുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാം. കാരണം VD മേനോൻ എന്ന സതീശൻ കാരണം പുള്ളീൻ്റെ അടുത്ത് നമ്മുടെ മാധ്യമപ്രവർത്തകരൊക്കെ ഇതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് പുള്ളി പൂക്കി ചിരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കറക്റ്റായിട്ടുള്ളൊരു ഉത്തരമാണ് നിങ്ങളുടെ അടുത്തുനിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മിസ്റ്റർ. അല്ലാതെ നിങ്ങൾ ചിരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഉത്തരം കിട്ടി എന്നുള്ളതല്ല. ഈ ചിരി എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതും കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ നിങ്ങളുടെ ചിരി വളരെ ആഘോഷിക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കുമ്പം ചോദ്യത്തിന് ഉത്തരം തരാന്നുള്ളതാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഒരു ധാർമ്മികത എന്ന് പറയുന്നത്. പക്ഷെ അതിനു പകരം ചിരിച്ചുകൊണ്ട് ഈ മാധ്യമപ്രവർത്തകരെ നിങ്ങൾ കളിയാക്കുന്ന രീതിയിൽ ചിരിച്ചിട്ട് ഒരു കാര്യമില്ല. ചോദ്യങ്ങൾ ചോദിക്കും, അതിനുള്ള ഉത്തരം കറക്റ്റായിട്ട് തരണം എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. കാരണം ഇറ്റ്സ് വെരി അനോയിങ് ടു സീ സമ്മൺ ദാറ്റ് അത്രയ്ക്കും ആ ഒരു പവറിലിരിക്കുന്ന ഒരാൾ ഇത് മാത്രം കാണിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പം പ്രതികരിക്കാൻ ഞാനില്ല, അല്ലെങ്കിൽ ഇപ്പം പ്രതികരിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രതികരിക്കാം എന്നുള്ള അറ്റ്ലീസ്റ്റ് സാമാന്യ മര്യാദയെങ്കിലും നിങ്ങൾ ജനങ്ങളോട് കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ ചിരിച്ചുകൊണ്ട് മറുപടി കൊടുക്കാത്തോടത്തോളം കാലം ഇത് നിങ്ങളും മോദിയും തമ്മിലുള്ള ഡീലാണെന്നേ പറയുള്ളൂ. ഓക്കെ, അതായത് നമ്മുടെ റിസൾട്ട് പറഞ്ഞതിന് മുമ്പേ നിങ്ങൾ അദാനിയുടെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മാംഗ്ലൂർ പോയതൊക്കെ നമുക്കറിയാലോ. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഈ മീഡിയക്കാർക്ക് ഇതൊന്നും ചോദിക്കണം എന്നുണ്ടാവില്ല അല്ലേ. പിണറായി വിജയനെതിരെ വന്ന കേസായതുകൊണ്ട് അടുത്ത 1.5 മാസത്തേക്ക് നിങ്ങൾക്ക് ഗോളടിച്ചു അല്ലേ. ഇടി റെയ്ഡും തുടർന്ന് കോലാഹലങ്ങളും ഒക്കെ തന്നെ നടക്കുമ്പോൾ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. 5 തവണ മാധ്യമങ്ങൾ കണ്ടപ്പോഴും മുഖ്യമന്ത്രിക്ക് മൗനമാണ്. അങ്ങയുടെ ദില്ലി സന്ദർശനത്തിന് ശേഷമാണ് പിണറായിയുടെ വീട്ടിലെ റെയ്ഡ് നടന്നത്. ദുരൂഹതയുണ്ട് എന്നാണ് CPM ഒക്കെ ആരോപിക്കുന്നത്. Yes, all of this will ask off record. Sir, would you like to speak about the meeting? That will be a ചർച്ചയുടെ സംസാരിക്കുന്നില്ലേ? ഇപ്പോൾ 5 തവണയും നാവനക്കുന്നില്ല. ഇനി എന്തെങ്കിലും കൃത്യമായി നാളെയോ മറ്റോ പ്രതികരണം ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ സംഭവത്തിൽ മറുപടി. ഓക്കെ, എനിക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് വീണ വിജയൻ ഈ എക്സാലോജിക് എന്ന് പറഞ്ഞൊരു കമ്പനി ആരംഭിച്ചതിന് ശേഷവും അതുപോലെ തന്നെ CMRL ആയിട്ടുള്ള ആ ഒരു ഡീലിന് ശേഷം ആക്ച്വലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടിക്ക് ഭയങ്കര ഡാമേജ് ആണ് ഉണ്ടായിരിക്കുന്നത്. എന്തിനാണ് വീണ വിജയനെ ഇത്രത്തോളം സംരക്ഷിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു സമയത്തൊക്കെയാണ് നമ്മുടെ VS അച്യുതാനന്ദൻ പണ്ട് മകനെതിരെ ഒരു ചെറിയൊരു അലിഗേഷൻ ഉണ്ടായിരുന്ന സമയത്ത് CBIക്ക് നേരിട്ട് കത്തെഴുതിയത്. അങ്ങനെയുള്ള ഒരു നല്ല നേതാവൊക്കെ നമ്മുടെ പാർട്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ VS അച്യുതാനന്ദനൊക്കെ ചെയ്ത പ്രവൃത്തിയെ നമ്മൾ നല്ല രീതിയിൽ എന്താ പറയുക ഓർക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ നമ്മൾ ഈ ഒരു വീണ വിജയനെ എത്രത്തോളം പാർട്ടി സംരക്ഷിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ്. കാരണം പാർട്ടിയെ നല്ല രീതിയിൽ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ വീണ വിജയൻ തന്നെ പുറത്തേക്ക് വന്ന് പറയേണ്ടതാണ്, ഇതും പാർട്ടിയും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഇത് എൻ്റെ കമ്പനിയാണ്, ഈ ഒരു കേസ് ഞാൻ നേരിട്ടോളാം. അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു വാക്കെങ്കിലും പറയേണ്ടതാണ്. ഇത് എത്ര കാലമായി ഈ ഒരു കേസുമായിട്ട് നടക്കുന്നു. അപ്പോഴും പിണറായി വിജയനും പാർട്ടിയും വീണ വിജയനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നിന്നത്. സോ അതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതത്ര ഒരു പാർട്ടി, ഒരു കമ്മ്യൂണിസം എന്താണ്, അപ്പം അത് വെച്ച് നോക്കുമ്പം ഇത്രത്തോളം നമ്മൾ ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഈ ഒരു സമയത്ത് ഞാൻ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു മഹാനായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഞാൻ ഓർക്കാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് ഈ CMRLൻ്റെയും പിന്നെ അതുപോലെ തന്നെ എക്സാലോജിക്കിൻ്റെ ഈ ഒരു ED അന്വേഷണ കേസ്, ഇത് തുടരന്വേഷണം വരട്ടെ. എന്താണ് ഇവിടെ ട്രാൻസാക്ഷൻ നടന്നത്, ഇത് ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളതൊക്കെ തെളിയട്ടെ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാലമായില്ലേ ഈ ഒരു കേസുമായിട്ട് വരുന്നു. ഇതുപോലെ തന്നെ ED വരുന്നു, ഒരു കൊട്ടി ആഘോഷം ഉണ്ടാകുന്നു, മീഡിയാൻ്റെ ഭാഗത്തുനിന്ന് CPMൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഭയങ്കര വയലൻസ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നു, കുറച്ച് കഴിഞ്ഞാൽ അത് മടക്കി കൊണ്ടുപോകുന്നു. പിന്നെ
ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും വരുന്നു, ഈ സെയിം സാധനം റിപ്പീറ്റ്, വീണ്ടും പോകുന്നു. പിന്നെയും ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും വരുന്നു, റിപ്പീറ്റ്, പോകുന്നു. സോ അങ്ങനെയല്ല, നമുക്കിതിനൊരു ക്ലോഷർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് എത്രയും പെട്ടെന്ന് തെളിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫാക്ച്വൽ ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യാനും മറക്കല്ലേ, കൂട്ടത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു, ബൈ ബൈ.